നമസ്കാരത്തിന് റിസൾട്ട് ഇല്ലേ? അയ്യക്കും അഹ്സനു അമലായിട്ടില്ലേ? ആ ഇഹ്സാൻ നമുക്ക് ലഭിക്കാത്തത് കൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞ തൻഹാനിൽ ഫഹ്ശാഇ വൽ മുൻകർ അത് നമ്മുടെ ജീവിതത്തിൽ വരാത്തത്. നമ്മൾ നിസ്കരിക്കാത്തത് കൊണ്ടല്ലേ? നിസ്കരിക്കുന്നവരെന്ന് നിസ്കാരം ഉപേക്ഷിക്കുന്നവരൊന്നും അല്ല, എല്ലാവരും നിസ്കരിക്കുന്നവരാണ്. പക്ഷെ നിസ്കാരം കൊണ്ട് നമുക്ക് കിട്ടേണ്ട ഒരു റിസൾട്ട്, ആ റിസൾട്ട് എന്തുകൊണ്ട് കിട്ടിയില്ല? ആ റിസൾട്ട് കിട്ടാത്തത് ഇഹ്സാൻ ഇല്ലാത്ത നിസ്കാരമായതുകൊണ്ടാണ്. പള്ളിയിൽ നിന്ന് നേരെ ഇറങ്ങിയിട്ട് നമുക്ക് തിന്മയിലേക്കാണ് നമ്മെ വഴി നടത്തുന്നതെങ്കിൽ നമ്മൾ ചിന്തിക്കണം, നമ്മുടെ നിസ്കാരത്തിൽ എന്തൊക്കെയോ പിഴവുകൾ വന്നിട്ടുണ്ട്, എന്തൊക്കെയോ മോശങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇഹ്സാനോടെ നിർവഹിക്കണം എന്ന ബോധം, അതാണ് ഖുർആൻ പറഞ്ഞത്. നാളെ നിങ്ങളുടെ മുന്നിൽ, അള്ളാഹുവിന്റെ മുന്നിൽ നിങ്ങൾ വരുമ്പോൾ നിങ്ങളിൽ നിന്ന് സ്വീകരിക്കുന്നത് ഇഹ്സാനോടെയുള്ള കർമ്മങ്ങളാണ് എന്നാണ്. ഇന്നിപ്പോ പൊതുവായ ധാരണ തന്നെ എന്താണ്? നിസ്കരിച്ചാൽ മതി, പിന്നെ എന്ത് തെറ്റ് ചെയ്താൽ കുഴപ്പമില്ല എന്നതാണ് അല്ലേ? നിസ്കരിച്ചാൽ മതി, പിന്നെ എന്ത് തിന്മ ചെയ്താലും അയാളെ ന്യായീകരിക്കാൻ കുറെ ആളുകൾ ഉണ്ടാവും. അയാൾ നിസ്കരിക്കുന്നുണ്ടല്ലോ, അങ്ങനെയല്ല. അദ്ദേഹം ചെയ്യുന്ന തിന്മയും അതിന്റെ ശിക്ഷയും അതൊക്കെ അല്ലാഹു തീരുമാനിക്കും. പക്ഷെ നിസ്കരിച്ചാൽ മറ്റു തിന്മകൾ ചെയ്യാനുള്ള ലൈസൻസ് ഇല്ല. നിസ്കാരം മറ്റുള്ള തിന്മകളെ തടഞ്ഞു നിർത്തുന്ന നിസ്കാരമാവണം. അല്ലാഹു അത്തരത്തിലുള്ള നിസ്കാരമാക്കി മാറ്റുമാറാവട്ടെ. മഹാനായ സയ്യിദുനാ ഫുദൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു തങ്ങളവറുകളോട് ചോദിക്കപ്പെടുകയാണ്. മഹാനായ ഫുദൈൽ ഇബ്നു ഇയാദ് തങ്ങളോട് ചോദിക്കുകയാണ്, എന്താണ് അഹ്സനിൽ അമൽ, ഇഹ്സാനോടെ കാര്യങ്ങൾ നിർവഹിക്കുക എന്നതിന്റെ മീനിങ് എന്താണ്? അതിന്റെ ഡെഫിനിഷൻ എന്താണ്? എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നതെന്ന് ഫുദൈൽ ഇബ്നു ഇയാദ് തങ്ങളോട് ചോദിക്കുമ്പോൾ അവിടെന്ന് പറഞ്ഞു, അഖ്ലസുഹു വസ്വബഹു, ഏറ്റവും ഇഖ്ലാസോടുകൂടെ ഒരു കർമ്മം നിർവഹിക്കണം, വസ്വബഹു, ശരിയായ രീതിയിലും നിർവഹിക്കണം. ഇന്നൽ അമല ഇദാ കാന ഖാലിസൻ വമൻ യകുൻ സവാബൻ ലിയുഖബൽ, ഒരാൾ നല്ല ഇഖ്ലാസോടെയാണ് നിർവഹിച്ചത്, നല്ല ആത്മാർത്ഥതയോടെയാണ് അമൽ ചെയ്തത്, പക്ഷേ അദ്ദേഹം നിർവഹിച്ചപ്പോൾ അത് ശരിയായ രീതിയിലല്ല, എന്നാൽ അത് അല്ലാഹുവിന് വേണ്ട സ്വീകരിക്കപ്പെടൂല. വഇൻ കാന സവാബൻ വലം യകുൻ ഖാലിസ, ഇനി നല്ല രീതിയിൽ തന്നെയാണ് നിർവഹിച്ചത്, പക്ഷേ ആ മനുഷ്യൻ ഇഖ്ലാസ് ഇല്ലാതെയാണ് നിർവഹിക്കുന്നതെങ്കിലും അല്ലാഹുവിന് വേണ്ട. അനവറുകൾ പറയാണ്. ഇത് കേട്ടപ്പോൾ സദസ്സിൽ നിന്ന് ചോദ്യമുയർന്നു, എന്താണ് ഇഖ്ലാസ്? വമാ അഖ്ലസു വമാ മാഹിയൽ ഖാലിസ്, എന്താണ് ഖാലിസ്? മാഹുവൽ ഖാലിസ്, എന്താണ് ഖാലിസ്? എന്താണ് ഖാലിസ്? എന്താണ് അസ്വബ് എന്ന് പറഞ്ഞത് കൊണ്ടുള്ള അർത്ഥം? മഹാനവറുകൾ വിശദീകരിച്ചു കൊടുക്കുകയാണ്. അൽ ഖാലിസു, ആത്മാർത്ഥതയുള്ള അമൽ എന്ന് പറഞ്ഞാൽ പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലയെ ലക്ഷ്യമാക്കിക്കൊണ്ട് മാത്രമാവും അതിന്റെ എല്ലാ പ്രവർത്തനവും. ഏതൊരു പ്രവർത്തനം നീ ചെയ്യുമ്പോഴും ലിവജ്ഹില്ലാഹിൽ കരീം, പടച്ചോന് വേണ്ടിയാണ് ഞാൻ ഇത് ചെയ്യുന്നത് എന്ന ഒരു ലക്ഷ്യം മാത്രമേ നിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും നിയ്യത്തുണ്ടാവാൻ പാടുള്ളൂ. ഒരു ചാരിറ്റി ചെയ്യുമ്പോൾ, നിസ്കരിക്കുമ്പോൾ, സദഖ നിർവഹിക്കുമ്പോൾ, പൊതുപ്രവർത്തനം നടത്തുമ്പോൾ, നിന്റെ ഏതേത് പ്രവർത്തനമാണെങ്കിലും ആ പ്രവർത്തനങ്ങളിലെല്ലാം വരേണ്ട നിയ്യത്തിൽ വജ്ഹില്ലാഹിൽ കരീം, പടച്ച തമ്പുരാന് വേണ്ടി മാത്രമാണ് ഞാനിത് നിർവഹിക്കുന്നത് എന്ന ബോധമാണ്. അത് വരുമ്പോഴാണ് ഇഖ്ലാസുള്ള പ്രവർത്തനമാവുക. നാളെ പത്രത്തിൽ എന്റെ പേര് വരണം, കട്ടൗട്ടുകളിൽ എന്റെ പിക്ചർ വരണം, സ്റ്റാറ്റസുകളിൽ ഞാൻ നിറഞ്ഞു നിൽക്കണം, നാലാള് കാണുമ്പോൾ നല്ല ചാരിറ്റിക്കാരനാണെന്ന് പറയണം, നാലാള് കാണുമ്പോൾ നിസ്കരിക്കുന്നവനാണെന്ന് പറയണം. ഇങ്ങനെ ഏതെങ്കിലും ഒരു നിയ്യത്ത് നമുക്ക് ഭൗതികമായി ഞാനും നിങ്ങളും അതിൽ ലക്ഷ്യമാക്കിയുണ്ടോ? അമല് എനിക്കും നിങ്ങൾക്കും നാളെ ആഖിറത്തിൽ ലഭ്യമല്ല, അത് ഇഹ്സാനുള്ള കർമ്മമല്ല. വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞില്ല, മൻ കാന യുരീദു ഹർസൽ ആഖിറ, ആഖിറത്ത് ഉദ്ദേശിച്ച ആരാണോ ഇവിടെ കൃഷിയിടത്തിൽ ശക്തമായ രൂപത്തിൽ കൃഷി ചെയ്തത്, ആരാണോ കൃഷി ഇറക്കിയത്, നസിദ് ലഹു ഫീ ഹർസിഹി, അവന് നാം വർദ്ധനവ് നൽകും. ആഖിറത്തിലേക്ക് ഉണ്ടാക്കാനുള്ള അവസരങ്ങൾ അല്ലാഹു നൽകും. വമൻ കാന യുരീദു ഹർസദ് ദുനിയാ, ദുനിയാവിനെയാണ് അവൻ ലക്ഷ്യമാക്കിയത്, ഭൗതികമായ ലക്ഷ്യങ്ങളോടുകൂടെയാണ് അവൻ ജീവിച്ചതെങ്കിൽ നുഅ്തിഹി മിൻഹാ, ഈ ദുനിയാവിൽ വെച്ച് അവൻ അതിന്റെ റിസൾട്ട് കിട്ടും. ആളുകളൊക്കെ പ്രശംസിച്ചിട്ടുണ്ടാവും, പോസ്റ്ററുകളിലൊക്കെ പേര് വന്നിട്ടുണ്ടാവും, അവനെ കാണുമ്പോൾ നാലാളുകൾ ഷറാണ് എന്ന് പറഞ്ഞിട്ടുണ്ടാകും. പക്ഷേ വമാലഹു ഫിൽ ആഖിറതി മിൻ നസീബ്, ആഖിറത്തിൽ അതിന്റെ കൂലി അന്വേഷിച്ച് ഇങ്ങോട്ട് വരേണ്ടതല്ല എന്ന് വിശുദ്ധ ഖുർആൻ അല്ലാഹു പറയാണ്. ആഖിറത്തിലേക്ക് നിങ്ങൾ അതിന്റെ കൂലി അന്വേഷിച്ച് വരേണ്ടതില്ല.
അപ്പൊ ഇഹ്സാനോടെ നിർമ്മിക്കാൻ നമ്മുടെ അമലുകൾ ഇഹ്സാനോടെ ആകാനുള്ള ഒന്നാമത്തെ കാര്യം അഖ്ലസുഹു, അത് ഇഖ്ലാസുള്ള അമലാവുക എന്നതാണ്. രണ്ടാമത് അസ്വബുഹു, അത് ഏറ്റവും നല്ല രീതിയിൽ നിർവഹിക്കുക എന്നതാണ്. നല്ല രീതിയിൽ നിർവഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? മഹാനായ ഹുസൈൻ ഇബ്നു ഇയാദ് തങ്ങൾ പറയാണ് അയ്യകൂന അല സുന്നത്തി, സുന്നത്ത് അനുസരിച്ചാവണം. അതെങ്ങനെയാണോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർ നമ്മോട് നിർവഹിക്കാൻ പറഞ്ഞതുപോലെ ആവണം. നമ്മുടെ നിസ്കാരം, നമ്മുടെ നോമ്പ്, നമ്മുടെ കർമ്മങ്ങളൊക്കെ അതൊക്കെ ചിട്ടവട്ടത്തോടുകൂടെ ഇതിന്റെ വാജിബാത്തുകൾ, ഇതിന്റെ റുക്നുകൾ, ഇതിന്റെ സുന്നത്തുകൾ എല്ലാം കൃത്യമായും പഠിച്ചുകൊണ്ട് ഞാനും നിങ്ങളും നിർവഹിക്കണം. അല്ലെ, എല്ലായിടത്തും നമ്മൾ അപ്ഡേറ്റ് ആണ്. പക്ഷെ നമ്മളെ നിസ്കാരം എപ്പോഴും അപ്ഡേറ്റ് ആയിട്ടുണ്ടാവില്ല. നമ്മുടെ ഡയറി നിർവഹിക്കുന്ന നിസ്കാരം, അല്ലെ, ഭക്ഷണം അപ്ഡേറ്റ് ആയിട്ടുണ്ട്, വസ്ത്രം അപ്ഡേറ്റ് ആയിട്ടുണ്ട്, വീട് അപ്ഡേറ്റ് ആയിട്ടുണ്ട്, എല്ലാം നിരന്തരം ആഴ്ചയിലും മാസത്തിലും വരുന്ന ഫോണിലെ അപ്ഡേഷനുകളൊക്കെ കൃത്യമാണ്. പക്ഷേ നമ്മുടെ നിസ്കാരം എന്ന് അപ്ഡേറ്റ് ആയിട്ടുണ്ടാവില്ല. CCTV ക്യാമറയുള്ള ഒരു പള്ളിയിൽ നമ്മൾ നിസ്കരിച്ചതിന് ശേഷം അതിന്റെ ഫുട്ടേജ് ഒന്ന് എടുത്തു നോക്കിയാൽ നിസ്കാരത്തിൽ എവിടെയൊക്കെയാണ് നമ്മളെ കഞ്ഞി പോകുന്നത് എന്നാണ്, എവിടെയൊക്കെയാണ് നമ്മൾ മാന്തിയിട്ടുള്ളത്, ചൊറിഞ്ഞിട്ടുള്ളത് എന്നാണ്, എന്തൊക്കെയാണ് നമ്മുടെ നിസ്കാരത്തിന്റെ അവസ്ഥ എന്ന് കാണാം. എത്ര പെട്ടെന്നാണ് നമ്മൾ നിർവഹിക്കുന്നത് എന്ന് കാണാം. ഇതിനെ കുറിച്ച് ഒരു ചിന്തയും ഒരു മാറ്റം എന്ന ബോധം നമുക്ക് വന്നിട്ടുണ്ട്. അപ്പൊ അപ്ഡേറ്റ് ആവണം. ഒരു ദിവസം ഒരു തെറ്റെങ്കിലും നമ്മൾ തിരുത്തിയിരുന്നെങ്കിൽ 365 ദിവസം കൊണ്ട് നമ്മൾ നിസ്കാരം ശരിയാവില്ലേ? ഒരു വർഷം കൊണ്ട് റെഡിയാവൂലേ? ഇത് മരണം വരെ നിർവഹിക്കാനുള്ളതല്ലേ? ഇതിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? അള്ളാഹുവിന്റെ അടുക്കൽ കുറെ അമലുകൾ ചെയ്യുക എന്നതല്ല അഹ്സനുഹും, അതിൽ നിന്ന് ഏറ്റവും നല്ല രീതിയിൽ നിർവഹിക്കുന്നവരെക്കാണ് നാളെയുടെ ലോകത്ത് അള്ളാഹു സ്ഥാനം നൽകുന്നത്. അതുകൊണ്ട് നല്ല രൂപത്തിലാവണം.